പിന്നെ അതേപോലെ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞത്, ഈ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, അതായത് അർജന്റീനയുടെ 2022 സ്കോഡും അതേപോലെ തന്നെ ഫ്രാൻസിന്റെ 2018 സ്കോഡും, അതായത് വേൾഡ് കപ്പ് അടിച്ച 2 സ്കോഡും, അർജന്റീന 2022 വേൾഡ് കപ്പ് അടിച്ച സ്കോഡും അതേപോലെ തന്നെ 2018 വേൾഡ് കപ്പ് അടിച്ച ഫ്രാൻസിന്റെ സ്കോഡും, ആരാവും ജയിക്കുക? അത് ഫ്രാൻസ് വിജയിക്കുള്ളൂ. കാരണം ഫ്രാൻസിന്റെ അന്ന് സ്കോഡ് ഡെപ്ത് നമ്മൾ എടുത്തു നോക്കണം. ഫ്രാൻസിന്റെ പെർഫോമൻസ് അന്ന് എംബാപ്പെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ടൈം, അന്ന് നമ്മുടെ ബെൻസീമ, അതേപോലെ നമ്മുടെ എംബാപ്പെ, നമ്മുടെ ഗ്രീസി, ഒക്കെ പോഗ്ബ, കാൻഡെ പോലുള്ള വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഉള്ള ഒരു ലിസ്റ്റ്. അങ്ങനെയുള്ള ഒരു ടോപ്പ് ടീമായിരുന്നു ഫ്രാൻസ്. ഫ്രാൻസിന് മുമ്പിൽ അന്നത്തെ ഒന്നുമില്ലായിരുന്നു. ക്രൊയേഷ്യനെ വരെ അവർ ഫൈനലിൽ എടുത്തിട്ടാണ് വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായത്. അവരായിരുന്നു ആ ടൈമിൽ ഏറ്റവും പീക്ക് ടീം, ഏറ്റവും ബെസ്റ്റ് ടീം 2018. അവരെ കൂടെ മുട്ടാൻ അർജന്റീനക്ക് ഡെപ്ത് ഉണ്ടോ, അത്ര ഒരു ലെവലിൽ അർജന്റീനക്ക് കളിക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. അതിൽ ഞാൻ പറയണ അർജന്റീന ജയിക്കുള്ളൂ. കാരണം എന്താണ് പറയുക, ഇപ്പൊ ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രീസ്മാൻ ഉണ്ട്, കാൻഡ ഉണ്ട്, ലോറിസ് ഉണ്ട്, വരാനുണ്ട്, ഇവരൊക്കെ ഉണ്ട്. പക്ഷെ അർജന്റീനയുടെ സ്കോർ എടുത്ത് നോക്കി, അർജന്റീനയുടെ സ്കോർ എടുത്താൽ തന്നെ എനിക്ക് മനസ്സിലാവും ആര് ജയിക്കുന്നുള്ളത്. അർജന്റീനയുടെ സ്കോർ എടുത്ത് നോക്കുമ്പോൾ എന്താണ്, മെസ്സിയും പിന്നെ 10 റഫറിമാരുമാണ്. അതിനെതിരെ എങ്ങനെ നമ്മൾ ജയിക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ ഒരു ഗോൾ അടിക്കുകയാണ്, പെട്ടെന്ന് ഈ നടന്നു പോകുമ്പോൾ പെനാൾട്ടി പെനാൾട്ടി പെനാൾട്ടി, പെട്ടെന്ന് നോക്കുമ്പോൾ 2 ഗോൾ വീണ് കളി ജയിച്ചു. ഇത്രേ ഉള്ളൂ, കളി കഴിഞ്ഞ് അവിടെ വെച്ചിട്ട്. ഫ്രാൻസിൽ ഇപ്പൊ ഇനി ഫുള്ള് ഇപ്പൊ 11 പ്ലേയേഴ്സും ലോകോത്തര പ്ലേയേഴ്സ് അല്ലെങ്കിൽ ലെജൻഡറി പ്ലേയേഴ്സ് ഇറങ്ങിയാൽ ജയിക്കാൻ പറ്റില്ല. റഫറി വിചാരിച്ചാൽ കളി ജയിക്കുള്ളൂ. 10 റഫറി അവരുടെ ടീമിലാണ്, കളി എങ്ങനെ ജയിക്കുക? ഗോൾ അടിച്ചാൽ അവർ വാർ വിളിച്ചിട്ട് പറയും ഗോളല്ല, ഷർട്ടിന്റെ ഇടയിൽ സാധനം പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവർ ഇതാക്കും, പിച്ചിന്ന് ഉള്ളി വന്നിട്ട് അവർ ഇതാക്കും, ഗോൾ ഇത് കളയും, അല്ലെങ്കിൽ പെനാൾട്ടി കൊടുക്കും. ഇവിടെ വെച്ചതിന് അവിടെ പെനാൾട്ടി കൊടുക്കും. മെസ്സി വലിച്ചാലും പിടിച്ചാലും, നമ്മൾ കോപ്പ അമേരിക്ക ഫൈനൽ പോലും കണ്ടതല്ലത്, മെസ്സി പിടിച്ചാലും വലിച്ചാലും ഒന്നുമില്ല. നേരെ മറിച്ച് അത് ക്ലിയർ ഹിപ്പോക്രസിയാണ്, അല്ലെങ്കിൽ ക്ലിയർ റഫറിങ്ങിന്റെ മിസ്റ്റേക്കാന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അത് ക്ലിയർ ആയിട്ട് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ണുപൊട്ടിന് പോലും കാണാൻ പറ്റുന്ന രീതിയിൽ അത്രക്കും ക്ലിയർ ആയിട്ട് നടന്ന സംഭവമാണ് അത്.